RSSന്റെ അജണ്ട ഹിന്ദുരാഷ്ട്ര നിർമ്മിതി എന്നുള്ളതാണ്. അതിന് സഹായകരമായ ആശയ പരിസരം ഒരുക്കാനാണ് രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ വേണ്ടി RSS ശ്രമിക്കുന്നത്. സർവകലാശാലകളെയും മറ്റ് ബൗദ്ധിക കേന്ദ്രങ്ങളെയുമെല്ലാം തങ്ങളുടെ പരിധിയിലാക്കി തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തെ രാഷ്ട്രീയത്തിലേക്ക് പരാവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി വളരെ കൗശലപൂർവ്വം ഇൻഫിൽട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകെ തന്നെ. ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രത്യേകതയായിട്ടല്ല. കേരളത്തിൽ അവർ അത് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, രാജ്യമെമ്പാടും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ പക്ഷെ അത്ര എളുപ്പം അവരുടെ ഈ പ്രത്യയശാസ്ത്രം അതിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ എളുപ്പമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ വച്ച് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്മേളനം വിളിച്ചു ചേർക്കാനും മോഹൻ ഭഗവത്തിനെ തന്നെ അതിന്റെ ഉദ്ഘാടകനായി കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. ഇത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ കേരളീയ സമൂഹം ആകെ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളെന്നും സാമൂഹ്യനീതി സങ്കല്പനങ്ങളും മതനിരപേക്ഷ സമീപനങ്ങളും ജനാധിപത്യ ബോധവും ഒക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ആ നിലയിലാണ് നമ്മുടെ സർവകലാശാലകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. സർവകലാശാലകളിൽ പല സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും തുല്യ നീതിയും തുല്യ അവസരങ്ങളും ഉറപ്പാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിന്റെ അപ്രമാദിത്വവും മേധാവിത്വവും അടിച്ചേൽപ്പിക്കേണ്ട ഇടങ്ങളല്ല നമ്മുടെ സർവകലാശാലകൾ. ആ നിലയിൽ അവയുടെ മതനിരപേക്ഷ സ്വഭാവം എന്തു വില കൊടുത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് ഇന്ന് കേരളത്തിലെ മതനിരപേക്ഷ മതേതര സ്വഭാവത്തിലുള്ള ഏത് മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. മോഹൻ ഭഗവത്താണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ഞാൻ പറയണ്ടായല്ലോ. മോഹൻ ഭഗവത് 2012 ജ്യോതി സിംഗ് എന്ന പെൺകുട്ടി മരിച്ച സന്ദർഭത്തിൽ ഒരു കമന്റ് പാസാക്കിയിരുന്നു. ജ്യോതി സിംഗ് വളരെ ഒരു ദുരന്തപൂർണമായ മരണമാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായത്. ഓടുന്ന ബസ്സിൽ വച്ച് ഒരു കൂട്ടം കാബാലികർ ജ്യോതി സിംഗിനെ ബലാത്സംഗം ചെയ്ത് ഉപയോഗിച്ച് ഒരു മുഷിഞ്ഞ തുണി വലിച്ചെറിയുന്ന ലാഘവത്തോടു കൂടി ബസ്സിൽ നിന്ന് പുറത്തേക്ക് എറിയുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിൽ മോഹൻ ഭഗവത് പറഞ്ഞ വാചകം, പെണ്ണിന്റെ ഇടം വീടിനകത്താണ്, വീടിന് ചുറ്റും അദൃശ്യമായൊരു ലക്ഷ്മണരേഖയുണ്ട്, ആ ലക്ഷ്മണരേഖയ്ക്ക് പുറത്തേക്ക് കാലെടുത്തു വെച്ചാൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ നിഷ്ഠുരമായ നിലയിൽ അഭിപ്രായം പാസാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് ആ പെൺകുട്ടി പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നതിനു വേണ്ടി ഗ്രാമം വിട്ട് ഡൽഹി നഗരത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ആ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോയതിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടിക്ക് ദുരന്തമുണ്ടായതെന്നാണല്ലോ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ഇവരുടെ പഴയ സ്മൃതികളും ഒക്കെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ സ്ത്രീകളും ശൂദ്രരായവരും ഒക്കെ തന്നെ അതിൽ ബഹിഷ്കൃതരായി നിൽക്കുന്ന വർണ്ണാശ്രമത്തിലേ വരാത്ത ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളും വേദം പഠിച്ചാൽ ചെവിട്ടിൽ ഈയമുരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഈ RSSന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നിലുള്ളത്. നടപടി ഔദ്യോഗികമായും നിയമപരമായും എടുക്കാൻ സാധിക്കുന്നതിന് പരിമിതിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവര് ഒരു ദൈക്ഷണിക സംവാദത്തിൽ ഏർപ്പെടാനാണ് ഞങ്ങൾ പോയത് എന്നൊക്കെയുള്ള നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അവരെ ഇത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അവരൊക്കെ തന്നെ ഇക്കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സമ്മേളനം എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധവും ബുദ്ധിയും ഇല്ല എങ്കിൽ അവർ വൈസ് ചാൻസലറായി നിയമിതരാകാൻ പാടില്ലല്ലോ. അപ്പൊ അവർക്കിതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് അവർ പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇത് ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള അരങ്ങൊരുക്കുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ ദുരുപയോഗം ചെയ്യുക എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് ഈ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇന്ത്യയെ പോലെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ചെയ്തുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്.